നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മറഞ്ഞു. അതേപോലെ തന്നെ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് ലാഭാധിപതിയായിരിക്കുന്ന ശുക്രനും അഷ്ടമത്തിലേക്ക് പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി ദൈവാധീനക്കുറവുള്ളൊരു മാസമാണ്. വളരെ ശ്രദ്ധിക്കണം. 5ാം ഭാവത്തിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും വാശിയോട് കൂടിയിട്ട് അതൊക്കെ തടസ്സങ്ങൾ മാറ്റിയിട്ട് അത് നിവർത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നതാണ്. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ അലസതയും നിരാശയും ഒക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അലസപ്രേഷ്യ നിര്യാണകാരകനായിരിക്കുന്ന ശനി 4ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് നിൽക്കാൻ യോഗമുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം അപ്രിയമായി തോന്നുക, സഹോദര സ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റം അപ്രിയമായി തോന്നുക, ഇവർ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മളോട് അകൽച്ച കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അത് മാത്രമല്ല, ഭാഗ്യസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പം ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭാഗ്യക്കുറവ് വരുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ തന്നെ ചില സമയത്ത് കിട്ടാതെ ഇരിക്കും. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, അവരുടെ അപ്രീതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, കാലിന് നടു മുതൽ കാലിൻ്റെ മുട്ട് വരെ ഇടയ്ക്കിടയ്ക്ക് വേദന, കഴുത്തിന് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ഗ്രഹം അത്ര അനുകൂലമായിരിക്കുന്ന രീതിയിലല്ല നിൽക്കുന്നതെങ്കിലും ലഗ്നത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത 7ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്, കർമാധിപതി. അപ്പോൾ കർമാധിപതി ബലവാനായി പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് നേതൃത്വപരമായിരിക്കുന്ന തൊഴിൽ, ബിസിനസ്, അത് മാനേജിങ് പൊസിഷൻ തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്, ബിസിനസ്സുകാർക്ക് ഗുണപ്രദമാണ്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം കാണുന്നില്ലെങ്കിലും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങളുണ്ട്. തൊഴിലുള്ളവരെ സംബന്ധിച്ച് ഉള്ള തൊഴിലെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് ഗ്രഹങ്ങളൊക്കെ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള കുറച്ച് പിരിമുറുക്കങ്ങളും ടെൻഷനൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദൈവാധീനക്കുറവ് വലിയൊരു വിഷയമാണ്. കാരണം ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്തേക്ക് പോയി, ഭാഗ്യക്കുറവിൻ്റെ ഒരു വിഷയം. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നാധിപത്യം വഹിച്ചിട്ട് അഷ്ടമത്തിൽ പോയിട്ടാണ് നിൽക്കുന്നത്. കാര്യം ഉച്ചബലവാനാണെങ്കിൽ പോലും ബാധകാധിപതിയുടെ യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് നിൽക്കുന്ന രാശിയുടെ ബാധകാധിപതിയാണ് ശുക്രൻ. അപ്പോൾ ഗുരുശുക്ര യോഗം വന്നുവെങ്കിലും അത് നല്ല ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും അനുഭവയോഗ്യമാകാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഗ്രഹങ്ങളുടെ ഒക്കെ ഒരു അനിഷ്ടഭാവസ്ഥിതി മൊത്തത്തിൽ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ചെയ്യുക, നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ കഴിപ്പിക്കാനായിട്ട് മറക്കരുത്. ഓം നമശിവായ ജപിക്കുക, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷരി ജപിക്കുക ഈ വിഷ്ണുവിൻ്റെ. അപ്പോൾ നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അനാവശ്യമായിട്ടുള്ള വാശി കുറയ്ക്കുക, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ച് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.